കാട്ടുചെടി ഒരു വീടിന്റെ മാത്രമല്ല ഒരു റോഡിന്റെ തന്നെ ഭംഗി കൂട്ടിയിരിക്കുകയാണ്. കാട്ടുചെടി വന്നത് ഇങ്ങനെ: വീട്ടുമുറ്റം കുറച്ചു ഭാഗം റോഡിനായി എടുത്തു. തുടർന്ന് ഓട നിർമ്മിച്ചതോടെ വീട് റോഡിനോട് ചേർന്നു. ഇതിൽ നിന്ന് രക്ഷ നേടാൻ മടക്കത്താനം കളരിക്കൽ സോമൻ ഒരു വള്ളിച്ചെടി കൊണ്ടുവന്ന് നട്ടു. പിന്നെ ആരെയും തടുത്തു നിർത്താൻ കഴിയാത്ത രീതിയിൽ കാട്ടുചെടി വളർന്നങ്ങ് പന്തലിക്കുമായിരുന്നു. കാട്ടുചെടി വളർന്നങ്ങ് പന്തലിച്ചു. അതും വെറും ഒരു കാട്ടുചെടി എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയണ്ട. കാട്ടുചെടികളും പലപ്പോഴും കാണാൻ ഭംഗിയുള്ളവയാണ്. അത്തരത്തിൽ ഈ ചെടി ഇപ്പോൾ ഈ വീടിന് തണലും ഭംഗിയും ഒക്കെ ആയിരിക്കുകയാണ്. റോഡ് സൈഡിൽ എപ്പോഴും ഈ ചെടി ഇങ്ങനെ പൂത്ത് കിടക്കണം കാണാറുണ്ട്. അപ്പം അതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഒരു കുറച്ച് വള്ളി കൂടെ പറിച്ചുകൊണ്ടിട്ടു. നമ്മുടെ വീടിൻ്റെ മുമ്പശമാണെങ്കിൽ നല്ല വെയിലടിക്കുന്ന സ്ഥലം, താമസിക്കുന്ന വീടാണ്. അപ്പോൾ അതിലോട്ട് തള്ളു കിട്ടുമല്ലോ എന്ന് ഓർത്ത് കയറ്റി വിട്ടു. കയറ്റി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കയറി പൂക്കുണ്ടായിട്ടുണ്ട്. കൊല്ലമായി എത്ര കടുത്ത വേനലിലും തണലേകുന്നത് ഈ കാട്ടുവള്ളി ചെടിയാണ്. നിറയെ വയലറ്റ് നിറത്തിലുള്ള പൂവും ഉണ്ടാക്കും. റോഡ് ഉയരത്തായതുകൊണ്ട് മനോഹരമായ കാഴ്ചയാണിത്. 2 നില ഉയരത്തിൽ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ് ഈ കാട്ടുവള്ളി. വെള്ളം ഒഴിക്കാറില്ല, മറ്റു വളങ്ങളൊന്നും ചെയ്യാറുമില്ല. എങ്കിലും നല്ല വളർച്ചയുണ്ട്. വീടിനുള്ളിൽ വേനൽക്കാലത്ത് പോലും തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെന്ന് സോമൻ പറയുന്നു. നമുക്ക് തണല് കിട്ടും. നല്ല ചൂടുള്ള സമയമാണ്. ചൂടുള്ള സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. വീട്ടിൽ ഇരിക്കാൻ നല്ല സുഖമാണ്. എപ്പോഴും പൂവ് ഉണ്ടാവും. കിടക്കാൻ നല്ല ഭംഗിയാണ്.